ഇനിയുള്ള സമയം കൊണ്ട് LDC പരീക്ഷ നേടാൻ വേണ്ടിയുള്ള ഒരു സ്മാർട്ട് വർക്കിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഈ ഒരു സ്മാർട്ട് വർക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനുള്ള വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് മുഴുവൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു കോഴ്സിലൂടെ. അത് വേണമെന്നുള്ളവർ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ LDC കോഴ്സ് എന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, 2024 ജൂലൈ മാസം മുതലാണ് LDC പരീക്ഷ ആരംഭിക്കുന്നതെന്ന് PSC ഓൾറെഡി അറിയിപ്പ് പുറത്തുവിട്ട് കഴിഞ്ഞു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായിട്ടായിരിക്കും വിവിധ ജില്ലകൾക്ക് വേണ്ടിയുള്ള LDC പരീക്ഷ PSC നടത്തുന്നത്. ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്ക്. ഈ ഒരു 2024 LDC കഴിഞ്ഞാൽ ഇനി ഒരു 2-3 വർഷം എടുക്കും അടുത്ത പരീക്ഷ നടക്കാൻ. അപ്പോൾ നിങ്ങൾ ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ ഒരു LDC എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ ഇനി കുറച്ച് മാസം മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്ക് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പലരും പറയും ഇനി പഠിച്ചാലൊന്നും കിട്ടാൻ പോകുന്നില്ല, ഇനി കടലുകൂരടക്കം എങ്ങനെ പഠിച്ച് തീർക്കാനാണെന്നൊക്കെ നിരവധി ഒപ്പീനിയൻസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷേ ഇനിയുള്ള സമയം കൊണ്ട് നിങ്ങളൊന്ന് സ്മാർട്ട് വർക്ക് ചെയ്താൽ ഇനിയും LDC ക്രാക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. നമ്മുടെ മുമ്പിൽ എന്തായാലും കുറച്ച് മാസങ്ങളുണ്ട്. ആ മാസങ്ങൾ നിങ്ങളെ തന്നെ ഇതിലേക്ക് ഫുള്ളായിട്ട് സമർപ്പിച്ച് ഒന്ന് സ്മാർട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഇനി ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമുണ്ടാവുക തന്നെ ചെയ്യും. സാധാരണ രീതിയിൽ ഇപ്പം 4 വോളിയുള്ള റാങ്ക് ഫയലൊക്കെ മേടിച്ച് അല്ലെങ്കിൽ ഈ ഫുൾ സിലബസ് മൊത്തം ഒരുമിച്ച് അങ്ങ് പഠിച്ചു തീർക്കാൻ ഇനി തീരത്തില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. 100 മാർക്കിൻ്റെ ഒരു പരീക്ഷയാണ് LDC എന്ന് പറയുന്നത്. 100 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക്. പല ടോപ്പിക്കുകളുണ്ട് എന്ന് നമുക്കറിയാം. ചില ടോപ്പിക്കിന് 5 മാർക്കാണ്, ചില ടോപ്പിക്കിന് 3 മാർക്കാണ്. അങ്ങനെ നിരവധി ടോപ്പിക്കുകൾ ചേർന്നതാണ് ഈ LDCയുടെ സിലബസ് എന്ന് പറയുന്നത്. ഇതിലെ ഒരു 50 മാർക്കിൻ്റെ ടോപ്പിക്ക് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. 50 വീതമുള്ള രണ്ട് ഭാഗങ്ങൾ. അതിലെ ഒരു 50 മാർക്കിൻ്റെ ഭാഗങ്ങൾ ഇനി പഠിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ച് തീർക്കാൻ പറ്റുന്ന ടോപ്പിക്ക് തന്നെയാണ്. മുഴുവനായിട്ടും പഠിച്ച് തീർത്ത് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ് ഒരു 50 മാർക്കിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. മറ്റേ 50 മാർക്കിൻ്റെ ഭാഗം എന്ന് പറയുന്നതാണ് ഈ GKയും സയൻസും എല്ലാം ഉൾപ്പെടുന്ന നല്ല രീതിയിൽ സമയം എടുക്കുന്ന പഠിക്കാൻ ഒരുപാടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. അതാണ് ഇച്ചിരി പഠിച്ചു തീർക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അതിനകത്ത് കുറേ ഉണ്ട് പഠിക്കാൻ. അപ്പോൾ ഈ ഞാൻ ആദ്യം പറഞ്ഞ 50 മാർക്കിൻ്റെ ടോപ്പിക്കിൽ നിന്ന് മാക്സിമം മാർക്ക് മേടിക്കുകയും രണ്ടാമത്തെ സെക്ഷൻ 50 മാർക്ക് ഒന്ന് സ്മാർട്ട് വർക്ക് ചെയ്ത് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ പോലുള്ളൊരു പഠനം പഠിച്ച് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു മാർക്കും അതുപോലെ കിട്ടാൻ സാധ്യതയുള്ള ഒരു റാങ്കും നേടുക എന്ന ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ അത് പ്രാപ്തമാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു 50 മാർക്കിൻ്റെ ടോപ്പിക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്ന 50 മാർക്കിൻ്റെ ടോപ്പിക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ടോപ്പിക്കുകളെന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫേഴ്സ് എന്നീ ടോപ്പിക്കുകളാണ്. ഈ 4 ടോപ്പിക്കൂടെ ചേർത്ത് ടോട്ടൽ 50 മാർക്കാണ്. കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് 20 മാർക്കാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഓരോന്നിനും 10 മാർക്ക് വെച്ച് 30 മാർക്ക്. ആ 20-30 ചേർത്ത് അവിടെ 50 മാർക്കാണ്. ഈ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ക്യാപ്സ്യൂൾ പോലെ അങ്ങ് പഠിക്കാനുള്ളതേ ഉള്ളൂ. 2023 ആനുകാലിക സംഭവങ്ങൾ, 2022 ആനുകാലിക സംഭവങ്ങൾ, ഇനി 24 പരീക്ഷ നടക്കുന്നതിന് ഒരു 3 മാസം മുമ്പ് വരെയുള്ള ആനുകാലിക സംഭവങ്ങളും പിന്നെ കുറച്ച് അവാർഡ്സും സ്പോർട്സും അതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്യാപ്സ്യൂൾ പോലെ അങ്ങ് ഇനി ഓരോ ദിവസം കുറച്ചായിട്ട് അങ്ങ് പഠിച്ച് തീർത്താൽ സിമ്പിളായിട്ട് തീർക്കാൻ പറ്റും. കുറേ അവാർഡുകൾ, വയലാർ അവാർഡ്, അതുപോലെ എഴുത്തച്ഛൻ അവാർഡ്, അങ്ങനെ കുറേ അവാർഡുകൾ, സ്പോർട്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് പഠിക്കാൻ. അതങ്ങ് പഠിച്ച് തീർത്താൽ മതി. നമ്മുടെ കോഴ്സ് മേടിക്കുന്ന എല്ലാം അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മളത് വഴിയെ പറയാം അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ട് തീർക്കാൻ പറ്റും. 20 മാർക്കിലെ ഭൂരിഭാഗം മാർക്കും അതിലൂടെ അത് മേടിക്കാൻ പറ്റും. അത് ഉറപ്പുള്ള കാര്യമാണ്. ബാക്കിയുള്ള 3 ടോപ്പിക്ക് 50 മാർക്കിലെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഇതിലെ മലയാളം എന്ന് പറയുന്ന ടോപ്പിക്ക്, മലയാളം നമ്മുടെ ഭാഷയാണല്ലോ. നിങ്ങളൊന്നും പഠിച്ചില്ലേ പോലും ഒരു അത്യാവശ്യം മലയാളം അറിയാവുന്ന സ്കൂളിലൊക്കെ മലയാളം പഠിച്ചിട്ടുള്ളവർക്ക് ഒരു 5 മാർക്ക് അതിനകത്ത് മേടിക്കാൻ പറ്റും. ചെറിയ സിമ്പിളായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. 5 മാർക്കൊക്കെ നൈസായിട്ട് മേടിക്കാൻ പറ്റും. ബാക്കിയുള്ള അതിലെ ഒരു മെജോറിറ്റി മാർക്ക്, ബാക്കി റിമൈനിങ് ഒരു 5 കൂടെ ഉണ്ടല്ലോ, അത് മേടിക്കാൻ വേണ്ടി കുറച്ചൊന്ന് എഫേർട്ട് ഇട്ട് കുറച്ച് ചെറിയായിട്ട് വിരിച്ചെഴുതുന്നതിൻ്റെയൊക്കെ ഒന്ന് പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് കുറച്ച് അർത്ഥവും പര്യായമൊക്കെ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ നമുക്ക് ആ ഒരു മലയാളം എന്ന പോർഷൻ വലിയ പ്രശ്നമില്ല. അത് നമുക്ക് നൈസായിട്ട് സെറ്റാക്കാൻ പറ്റും. പിന്നെയുള്ള 2 ഇംഗ്ലീഷും മാത്സും. ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഗം പലർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. എനിക്ക് വലിയ അത്ര പിടിയൊന്നുമില്ല, സംസാരിക്കുമ്പോൾ ഇപ്പോഴും തപ്പലാണ്. അതുപോലെ ഇംഗ്ലീഷ് ഞാൻ വലിയ അഗ്രഹണീയൊന്നുമല്ല, അപ്പോൾ ഞാനെങ്ങനെ ഇംഗ്ലീഷ് മേടിക്കാനാണെന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് PSCയുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കുറച്ച് ടോപ്പിക്കുകളുണ്ട്. പിന്നെ വൊക്കാബുലറി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. കുറച്ച് ടെക്നിക്കുകൾ അങ്ങ് പഠിച്ച് വെച്ചാൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് ഒരു ചോദ്യം വന്നാൽ അതിൻ്റെ ഇങ്ങനെ വന്നാൽ എങ്ങനെയായിരിക്കും ഉത്തരം വരുന്നത് എന്ന രീതിയിൽ കുറച്ച് ടെക്നിക്കുകളുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഒരു സിമ്പിളായിട്ട് ചിലപ്പോൾ ഒരു വീഡിയോ ക്ലാസ് കണ്ടു തീരുമ്പോൾ തന്നെ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു. അപ്പോൾ അതിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം വരും. 10 ചോദ്യത്തിൽ ഒരു ചോദ്യം അതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കറപ്പിക്കുന്നു, 1 മാർക്ക് അവിടെയായി. ഇതുപോലെ 10 ചോദ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു 10-20 ടോപ്പിക്കുകളുണ്ട്. അതിൽ നിന്ന് എവിടുന്നെങ്കിലുമൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്.
അതങ്ങ് നൈസായിട്ട് ക്യാപ്സ്യൂൾ പോലെ പഠിച്ചു തീർക്കാൻ ഇനിയുള്ള സമയം കൊണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ചായിട്ടങ്ങ് പഠിച്ചാൽ അത് തീർക്കാൻ പറ്റും നമുക്ക്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയാൻ മേലും ഈ PSC പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ പാകത്തിലുള്ള ആ കുറച്ച് ടെക്നിക്കുകളും കുറച്ച് പരിപാടിയൊക്കെ ഒന്ന് പഠിച്ചിരുന്നാൽ ഇംഗ്ലീഷിൽ നമുക്ക് ഭൂരിഭാഗം മാർക്കും മേടിക്കാൻ പറ്റും. അതിന് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ ഡീപ്പ് നോളജ് ഒന്നും വേണമെന്നില്ല. PSC പരീക്ഷയുടെ ആ ഒരു ഇംഗ്ലീഷ് നമുക്ക് സെറ്റാക്കാൻ പറ്റും. സോ ഇംഗ്ലീഷും അവിടെ ഏകദേശം ഓക്കെയാണ്. ഓക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഉറപ്പിച്ചത് പറയുന്നത്. പിന്നെയുള്ളത് മാത്സ് ആണ്. മാത്സ് എന്ന് പറയുന്നത് പാടുള്ള ഉദ്യോഗാർത്ഥികൾ, കണക്ക് കാൽക്കുലേഷൻ അത്ര സ്പീഡൊന്നും എത്തിച്ചേരാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. മാത്സ് 2 വിഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉദ്യോഗാർത്ഥികളെ തിരിക്കാം, പാടുള്ളവരും എളുപ്പമുള്ളവരും. മാത്സ് അത്യാവശ്യം നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ കെൽപ്പുണ്ട് എന്നുള്ള ബോധ്യമുള്ളവർ മുഴുവൻ മാർക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് മേടിക്കാൻ ശ്രമിക്കുക. മാത്സ് നല്ല പാടാണ് എന്നുള്ളവർ മാത്സിൽ നിങ്ങൾക്ക് എന്താ പറയുക ചെയ്ത് പഠിച്ചാൽ അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെക്ഷനുകളുണ്ട്. ഈ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയും, മാനസിക ശേഷി, നിരീക്ഷണ പാഠക പരിശോധന എന്നൊക്കെ പറയുന്നത്. അതിൽ ഈ കുറച്ച് ഓർഡറായിട്ട് അടുക്കി വെക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സിമ്പിളായിട്ടുള്ള ഒരു റീസണിങ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വരും. അതൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. പാടുള്ളവർ അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം സ്കോർ ചെയ്യുക. പിന്നെ ബാക്കി നല്ല മാത്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ വരുന്ന ചോദ്യങ്ങൾ വരുന്നതൊക്കെ അറിയാൻ മേലെങ്കിൽ വിട്ട് കളഞ്ഞ് ഒരു ആവറേജ് രീതിയിൽ സ്കോർ ചെയ്യുക. എളുപ്പമുള്ള ഒരു മാത്സ് അത്യാവശ്യം അറിയാവുന്നൊരു മുഴുവൻ മാർക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സോട് ചേർത്ത് നിങ്ങൾക്ക് മനസ്സിലാവും 50 മാർക്കാണ്. ഈ 50 മാർക്കിൽ ഒരു 40-ന് മുകളിൽ മാർക്ക് മേടിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. 40ഓ 45ഓ ഒക്കെ റേഞ്ചിൽ അത്രയും ഭാഗത്ത് നിന്ന് മാർക്ക് മേടിക്കാൻ ശ്രമിക്കണം. ഇത് മേടിക്കാൻ പറ്റുന്ന സെക്ഷനുകളാണ്. കാരണം ഇനിയുള്ള സമയം കൊണ്ട് മുഴുവനായിട്ടും നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. നമ്മുടെ കോഴ്സിൽ ഇതിന് വേണ്ട എല്ലാ കണ്ടൻറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറയാം. അപ്പോൾ പഠിച്ചു തീർക്കാൻ പറ്റും. ബാക്കിയുള്ള 2ാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ അവിടെയാണ് GKയും സയൻസും വരുന്നത്. എന്ന് വെച്ചാൽ ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം ഭരണം, ഭരണ സംവിധാനം, സുപ്രധാന നിയമങ്ങൾ, അങ്ങനെയുള്ള ടോപ്പിക്കുകളെല്ലാം എക്കണോമിക്സും എല്ലാം വരുന്നത്. പിന്നെ സയൻസിൽ തന്നെ ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം, രസതന്ത്രം, ഭൗതികശാസ്ത്രമൊക്കെ വരുന്ന, പിന്നെ കമ്പ്യൂട്ടറുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന വലിയൊരു ഭാഗമാണ് ഈ GK ആൻഡ് സയൻസ് എന്ന് പറയുന്ന ഈ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഈ 50 മാർക്കിൻ്റെ മേഖല. ഇത് നിങ്ങൾ സാധാരണ രീതിയിൽ ഡീപ്പായിട്ട് എല്ലാ ടോപ്പിക്കും, ഇപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞ ടോപ്പിക്ക് എടുക്കുകയാണെങ്കിൽ യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരള ചരിത്രം വലിയൊരു ഭാഗമുണ്ട്. പിന്നെ അതുപോലെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യയിലെ കുറച്ച് ചരിത്രമുണ്ട്, ലോക ചരിത്രമുണ്ട്. ഡീപ്പായിട്ട് ഓരോ ടോപ്പിക്കും എടുത്ത് പഠിക്കാൻ നിന്നാൽ ഒരു വർഷം എടുത്താലും നമുക്ക് തീരാത്ത അത്രയും കാര്യങ്ങളുണ്ട്. സമയം ഒരു വർഷം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എന്നാലും തീർക്കാം. എന്നാലും കുറേ ഉണ്ട് അത് പഠിക്കാൻ. അതുപോലെ ജോഗ്രഫി ഉണ്ട്, എല്ലാ ടോപ്പിക്കും ഉണ്ട്. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ട ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്, ഒരു സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്, ഇതിൽ നിന്നെല്ലാം ഒരു ആവറേജ് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാപ്സ്യൂൾ പോലുള്ള പഠനം. 50 മാർക്കിൻ്റെ സിലബസിലെ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ഭാഗമാണ് ഈ പൊതുവിജ്ഞാനം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പൊതുവിജ്ഞാനത്തിലാണ് ചരിത്രവും ഭൂമിശാസ്ത്രവും ധനതത്വശാസ്ത്രവും കമ്പ്യൂട്ടറും സയൻസും എല്ലാം വരുന്നത്. ഏറ്റവും വലിയ ഭാഗമാണ്. അപ്പോൾ ഇതെങ്ങനെ ക്യാപ്സ്യൂൾ പോലെ ഇനിയുള്ള സമയം കൊണ്ട് സ്മാർട്ട് വർക്കിലൂടെ പഠിച്ച് തീർക്കാം. അത് നമ്മുടെ കോഴ്സിൽ ഞാൻ സബ്ജക്റ്റ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയൊക്കെ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. ശ്രദ്ധിച്ചത് മനസ്സിലാക്കുക. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ കോഴ്സ് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പൊതുവിജ്ഞാനം എന്ന് സെപ്പറേറ്റ് ആയിട്ട് ഉള്ള ഒരു ഫോൾഡർ കാണാൻ സാധിക്കും. അതിനകത്താണ് ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം അങ്ങനെ വിവിധ സബ്ജക്റ്റുകൾ ഫോൾഡറുകളായിട്ട് അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് കൊടുത്തേക്കുന്നത്. അതിൽ ആദ്യത്തെ ഫോൾഡറായ ചരിത്രത്തിൻ്റെ ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന പോലെ സ്റ്റഡി മെറ്റീരിയൽ ഡിവൈഡ് ചെയ്ത് നൽകിയേക്കുന്നത് കാണാൻ സാധിക്കും. അവിടെ ഏറ്റവും ആദ്യം 3 PDF കാണാൻ പറ്റുമല്ലോ. കേരള ഹിസ്റ്ററി PYQ ആൻഡ് പോയിൻറ്റ്സ്, ഇന്ത്യൻ ഹിസ്റ്ററി PYQ ആൻഡ് പോയിൻറ്റ്സ്, വേൾഡ് ഹിസ്റ്ററി PYQ ആൻഡ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതെന്ന് പറയുന്നത് ഈ 3 PDF നമുക്കറിയാം. ചരിത്രം 3 ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കേരള ചരിത്രം, ഇന്ത്യൻ ചരിത്രം, ലോക ചരിത്രം. ഇതിൽ ഒരു ടോപ്പിക്ക് തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഡീപ്പായിട്ട് പഠിക്കാൻ പോയി ഏകദേശം 100 പേജിന് മുകളിൽ കാണും കണ്ടൻറ്റൊക്കെ. അപ്പോൾ അത്രയൊന്നും പഠിക്കാൻ നമുക്ക് സമയമില്ല. അപ്പോൾ PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും പ്രധാനപ്പെട്ട ഫാക്ട്സുമാണ് 3 PDFകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഒരു PDF ഒരു 10-20 പേജൊക്കെ മാക്സിമം വരത്തുള്ളൂ. നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ 3 PDFകൾ കൊടുത്തേക്കുന്നുണ്ട്. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു തീർക്കണം. ബുള്ളറ്റ് പോയിന്റുകളായിട്ടാണ് ഓരോ കാര്യങ്ങളും കൊടുത്തേക്കുന്നത്. ഈ പോയിന്റുകളെല്ലാം നിങ്ങൾ പക്കയാക്കുവാണെങ്കിൽ ഈ പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപേണുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ PSC ചോദിക്കുന്നത്. എന്തായാലും മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന് നല്ലപോലെ ചോദ്യങ്ങൾ വരുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ അത് അത്രയും പക്കായായിട്ട് സെറ്റാക്കുക. മുൻവർഷ ചോദ്യങ്ങൾ മാത്രമല്ല, എല്ലാ പ്രധാനപ്പെട്ട പോയിൻറ്റ്സും ഉണ്ട്. PSC അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പ്രിൻറ്റ് ചെയ്ത് പുറത്തിറക്കിയേക്കുന്ന ബുക്കിൽ നിന്നൊക്കെ നമ്മൾ എടുത്താണ്, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു PDF എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ എന്തായാലും പഠിച്ച് സെറ്റാക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വേറെ കുറച്ച് വീഡിയോയൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. കേരള ഹിസ്റ്ററി SCRT, അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി SCRT എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. SCRT എന്ന് പറയുന്നത് സ്കൂൾ ടെക്സ്റ്റ് ആണ്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റിൽ കേരള
ചരിത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ പോയിന്റുകളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ക്യാപ്സ്യൂൾ പോലുള്ള ഒരു 2-3 വീഡിയോസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഈ ഒരു സമയം കിട്ടുന്ന മുറയ്ക്കൊന്ന് കേട്ടോ ഒക്കെ ഒന്ന് ആ ടോപ്പിക്കുകളൊന്ന് പഠിക്കുവാണെങ്കിൽ, വേൾഡ് ഹിസ്റ്ററി ഞാൻ കൊടുത്തിട്ടില്ല, വേൾഡ് ഹിസ്റ്ററി PYQ ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ഇത്രയും പഠിക്കുവാണെങ്കിൽ ഏകദേശം കേരള ചരിത്രവും ഇന്ത്യൻ ചരിത്രവും ലോക ചരിത്രവും ഒക്കെയുള്ള ആ ഒരു ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്ക് മുഴുവനായിട്ട് അങ്ങ് തീരും. അപ്പോൾ ഇതിന് ഇത്രയും കണ്ടന്റ് പഠിച്ച ഒരാൾ ഒരു PSC പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന പോലെ ഒരു ചോദ്യം വരുവാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടൊരു ചോദ്യം തന്നിട്ട് 4 പ്രസ്താവനകൾ കൊടുത്തേക്കുവാണ്. ഇന്ത്യയുമായി നാവിക മാർഗം വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ രാജ്യം പോർച്ചുഗലാണ്. അതുപോലെ ചരിത്രത്തിൽ ഷീമ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്. 5 തെങ്ങ് കലാപം നടന്ന് 697 ആറ്റിങ്ങൽ കലാപം 721 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ട് ഇതിലേതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ് ABCD എന്ന് പറഞ്ഞ 4 ഓപ്ഷൻ കൊടുത്തേക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ ബുള്ളറ്റ് പോയിന്റുകൾ പോലെ ഇതിൽ ആ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഈ 4 പോയിന്റും പ്രീവിയസ് ചോദ്യമാണെന്ന് സിമ്പിളായിട്ട് അറിയാം. ഇതുപോലെ തന്നെ പ്രീവിയസ് ചോദ്യങ്ങളിൽ നിന്നായിരിക്കും മെജോറിറ്റി ചോദ്യങ്ങളും വരുന്നത്. അപ്പോൾ ആ പ്രീവിയസ് 4 ബുള്ളറ്റ് പോയിന്റുകൾ പഠിച്ചിട്ടുള്ള ഈ 4 ബുള്ളറ്റ് പോയിന്റുകൾ പഠിച്ച കൂട്ടത്തിൽ പോയിൻ്റായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. ഇതിപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഈ 4 ഇവിടെ കൊടുത്തേക്കുന്ന പോയിന്റുകളും ശരിയാണ് എന്ന് മനസ്സിലാവും. അതുകൊണ്ട് പെട്ടെന്ന് ഓപ്ഷൻ നോക്കുമ്പോൾ മനസ്സിലാവും ഓപ്ഷൻ സിയിൽ കിടപ്പുണ്ട് 1, 2, 3, 4 ശരി, ഓപ്ഷൻ സി ആണ് ഉത്തരവെന്ന് അവർക്ക് പെട്ടെന്ന് കറപ്പിക്കാൻ പറ്റും. ഇനിയിപ്പോൾ പഠിച്ച കൂട്ടത്തിൽ ചിലതൊന്നും നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല, പെട്ടെന്ന് ഓർത്ത് ആറ്റിങ്ങൽ കലാപം 5 തെങ്ങ് കലാപമൊക്കെ PSC എപ്പോഴും ചോദിക്കുന്നതാണ്, കോമൺ ചോദ്യമാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന 1721 മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ശരിയാണെന്നറിയാം. ബാക്കിയൊന്നും വലിയ ഐഡിയ കിട്ടുന്നില്ല. അവിടെയും നിങ്ങളൊരു സ്മാർട്ട് വർക്ക് ഉപയോഗിക്കണം പരീക്ഷാ സമയത്ത്. ഓപ്ഷനുകളിലേക്ക് വരിക. അവിടെ ഓപ്ഷൻ ഡിയിൽ എല്ലാം തെറ്റാണ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാം. കാരണം നമുക്ക് 100% ഉറപ്പാണ് 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന്. പിന്നെ ഓപ്ഷൻ എയും ബിയിലും 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കാര്യം കൊടുത്തിട്ടില്ല, സിയിൽ മാത്രമേ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറപ്പിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സ്മാർട്ട് വർക്ക് ചെയ്ത് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റും. നമ്മൾ പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ ഇത്രയും പഠിച്ചാലും നമുക്ക് ചിലപ്പോൾ മറന്നു പോകുന്ന സിറ്റുവേഷൻ വരില്ല. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ഒരു കഴിവും ഈ ഒരു സ്മാർട്ട് ബുദ്ധി ഉപയോഗിക്കുക. ഇപ്പോഴും PSC പരീക്ഷകളിൽ ഇതുപോലെ ഓപ്ഷൻ നോക്കിയൊക്കെ എഴുതാനുള്ള പരിപാടി ഉണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇപ്പോൾ 5 ചോദ്യങ്ങളിൽ ചരിത്രത്തിൽ ഒരു ചോദ്യം ഇവിടെ ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് അതായല്ലോ. പിന്നെ ബാക്കിയുള്ള 4 ചോദ്യമുള്ളൂ. 4 ചോദ്യത്തിലും ചിലപ്പം 4 ചോദ്യവും പ്രീവിയസ് ചോദ്യങ്ങളിൽ നിന്നായിരിക്കും. ചിലപ്പോൾ ഒരെണ്ണം പുതിയതായിട്ട് എവിടെയെങ്കിലും കാണും. അങ്ങനെ പുതിയതായിട്ട് വരുന്ന ശരിക്കും ആരും ഒന്നും എഴുതാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ അറിയാവുന്നത് മാത്രം നിങ്ങൾ എഴുതി അതിൽ നിന്നൊരു ആവറേജ് മാർക്ക് മേടിക്കുക. ഇതുപോലെ ഓരോ ടോപ്പിക്കും ആ ഒരു മുൻവർഷ ചോദ്യങ്ങളും അത്യാവശ്യം അതിലൂടെ എക്സ്ട്രാ ഞാൻ പഠിക്കാൻ പറഞ്ഞു തരുന്ന കണ്ടൻറ്റും അങ്ങ് പഠിച്ച് ചേർത്ത് ടോപ്പിക്ക് തീർക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല സ്കോർ ഈ ഒരു GK എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് മേടിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ കേരളം ഭരണ സംവിധാനം അതുപോലെ സുപ്രധാന നിയമങ്ങളൊക്കെ ഒത്തിരി പ്രീവിയസ് പോയിന്റുകളില്ല PSCയുടെ മുൻവർഷം. അപ്പോൾ സുപ്രധാന നിയമങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് നമ്മൾ എന്താ പറയുക സിലബസ് അധിഷ്ഠിതമായിട്ട് തന്നെ കണ്ടൻറ്റ് പഠിച്ച് ചേർക്കണം. സുപ്രധാന നിയമങ്ങളുടെയൊക്കെ ഫോൾഡർ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ടോപ്പിക് അധിഷ്ഠിതമായിട്ടുള്ള ക്ലാസ്സും അതിൻ്റെ PDF ഒക്കെ കാണാൻ സാധിക്കും. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ സുപ്രധാന നിയമങ്ങളൊക്കെ പഠിക്കണം. അതങ്ങ് ആ PDFും വീഡിയോയും ഒക്കെ കണ്ടങ്ങ് പയ്യെ അങ്ങ് പഠിച്ച് ചേർത്താൽ മതി. ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ച് ചേർത്താൽ പഠിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അങ്ങനെ പഠിച്ച് ചേർത്താൽ ആ ടോപ്പിക്കുകളും തീരും. പിന്നെ ബാക്കിയുള്ള ഈ മുൻവർഷ ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെയുള്ള ടോപ്പിക്കുകൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. അങ്ങനെ ഈ ഒരു 50 മാർക്കിൻ്റെ സെക്ഷനിൽ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ചരിത്രമുണ്ട്, ഭൂമിശാസ്ത്രമുണ്ട്, ധനതത്വശാസ്ത്രമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ മുമ്പിൽ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് സ്പീഡിൽ ഈ ഒരു കാര്യങ്ങളങ്ങ് പഠിച്ച് തീർത്ത് മുന്നോട്ട് പോവുക. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പറ്റുമെങ്കിൽ ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോകുക. മലയാളം ഡെയിലി പ്രാക്ടീസ് ചെയ്യില്ലെങ്കിൽ ക്യാപ്സ്യൂൾ പോലെ ഒന്ന് പഠിച്ചാൽ മതി. മാത്സും ഇംഗ്ലീഷും ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഈ രീതിയിൽ പഠിച്ചാൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നമ്മുടെ കോഴ്സിൽ ഇങ്ങനെ 3 ഫോൾഡറുകൾ കാണാൻ സാധിക്കും. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നത്. ഈ ഓരോ ഫോൾഡറിലും പ്രധാനമായും മാത്സും ഇംഗ്ലീഷും ആണല്ലോ ഉള്ളത് നമുക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ കുറച്ചായിട്ട് ഇപ്പോൾ ഓരോ ദിവസം ഒരു ദിവസം ഇടവിട്ടോ 2 ദിവസം ഇടവിട്ടോ ആഴ്ചയിൽ ചിലപ്പോൾ ഒരുമിച്ചോ അങ്ങനെയൊക്കെ പല രീതികളിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയും PDF ഒക്കെ ഇട്ടുകൊണ്ടിരിക്കും. അത് നിങ്ങൾ അപ്പം തന്നെ ഡെയിലി സമയം കണ്ടെത്തി ചെയ്ത് നോക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ആ കാര്യങ്ങളങ്ങ് സെപ്പറേറ്റ് ആയിട്ട് ഈ പഠനത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടാതെ വേറൊരു പഠനമായിട്ട് അത് ഡെയിലി പഠിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഞാൻ എപ്പോൾ വന്നാലും പഠിക്കുമെന്നുള്ള രീതിയിൽ അതങ്ങ് പഠിച്ച് പോക്കണം. കാരണം ഇങ്ങനെ എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് നമ്മളിങ്ങനെ ചെയ്ത് വാമാക്കി വെച്ചാൽ ഈ സാധനം നമ്മൾ ഓർത്തിരിക്കത്തുള്ളൂ. ചെയ്ത ചോദ്യമാണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് ആ ടൈപ്പൊക്കെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോക്കണം. അപ്പോൾ നമുക്ക് ആ ടൈപ്പ് ഒന്ന് മറന്നു പോകാതിരിക്കും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കലണ്ടറിനകത്ത് ഇന്ന ഒരു തീയതി തന്നിട്ട് അതിനുശേഷം 7 ദിവസം കഴിഞ്ഞുള്ള അടുത്ത വർഷത്തിലെ തീയതി ഏതാണ് എന്നൊക്കെയുള്ള രീതി ചോദ്യം വരുമ്പം എല്ലാത്തിനും ഓരോരോ രീതിയുണ്ട്. ആ രീതി ഒന്ന് നമ്മളൊന്ന് റിവൈസ് ചെയ്ത് നമ്മുടെ തലയിലൊന്ന് സെറ്റ് ചെയ്ത് അങ്ങനെ പൊക്കോണം. അങ്ങനെ പോയാൽ പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഇങ്ങനെ ഈ രീതിയിൽ ഈ ടോപ്പിക്കുകൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തും പ്രാക്ടീസ്
പ്രാക്ടീസ് ചെയ്തും ചെയ്ത് പഠിക്കുകയും ബാക്കിയുള്ള GK ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ക്യാപ്സ്യൂൾ പോലെ പഠിച്ച് തീർക്കുകയും അക്കൂട്ടത്തിൽ റിവിഷൻ ചെയ്യണം. മറന്നു പോകാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്ത് ഈ പഠിച്ചത് റിവൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഓർത്തിരിക്കത്തുള്ളൂ. അങ്ങനെ ഈ ടോപ്പിക്ക് ഈ രീതിയിൽ പഠിക്കുകയും മാത്സും ഇംഗ്ലീഷും മലയാളവും ഞാൻ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലത്തെ രീതിയിൽ പഠിച്ചു പോവുകയും ചെയ്താൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയുള്ള സമയം കൊണ്ട് ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് സെറ്റാക്കാൻ പറ്റത്തുള്ളൂ. സമയം കുറവാണ്. അപ്പോൾ ആ രീതിയിലുള്ള സ്മാർട്ട് വർക്ക് അതിന് തയ്യാറാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒന്നെങ്കിൽ നമ്മുടെ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഗൂഗിൾ പേ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഞാൻ അതിനകത്ത് പറയുന്നതാണ്. ഐഫോൺ യൂസേഴ്സും ഇതുപോലെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.